അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ പരിശുദ്ധ റമദാൻ മാസം ഒരിക്കൽ കൂടി കടന്നു വരാൻ പോവുകയാണ്. വിരലിലെണ്ണാവുന്ന വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് റമദാനിലേക്ക് കടന്നുകൂടുന്നതിന് നമ്മുടെ മുന്നിലുള്ളത്. റമദാൻ മാസത്തിൻ്റെ 2 മാസം മുമ്പ് തന്നെ, അതായത് റജബ് മാസം തുടങ്ങുമ്പോൾ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമദാൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അള്ളാഹുവേ റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയണമേ. വ ബല്ലിഗ്നാ ശഹ്റ റമദാൻ, ഞങ്ങളെ റമദാൻ മാസത്തിൽ എത്തിക്കുകയും ചെയ്യണമേ. വ വഫിഖ്നാ ഫീഹി ലിസിയാമി വൽ ഖിയാമി വ തിലാവത്തിൽ ഖുർആൻ. വ വഫിഖ്നാ ഫീഹി, റമദാനിൽ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം. ലിസിയാമി, നോമ്പെടുക്കുന്നതിനും, വൽ ഖിയാമി, നിന്ന് നിസ്കരിക്കുന്നതിനും, വ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതുന്നതിനും. ഈ ദുആ പണ്ടുകാലം മുതലേ മഹത്തുക്കളായ ആളുകളെല്ലാം തന്നെ പതിവാക്കി വന്നിരുന്നു. അപ്പോൾ റമദാനിൻ്റെ 2 മാസം മുമ്പ്, റജബ് മുതൽ നാം തയ്യാറെടുത്ത് വരികയാണ് റമദാൻ മാസത്തിലേക്ക് കടക്കാൻ വേണ്ടി. നമ്മുടെ വീടുകൾ ഒരുക്കും, അതുപോലെ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് എല്ലാം തന്നെയാണ് ഈ റജബ് മാസം മുതൽ തയ്യാറെടുത്ത് വരുന്നത്. പക്ഷേ റമദാൻ എത്തിക്കഴിയുമ്പോൾ, റമദാൻ മാസത്തെ സംബന്ധിച്ച് നിരവധിയായ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തും എങ്ങനെയായിരുന്നു റമദാനിനെ സ്വീകരിച്ചത് എന്ന് പറയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ട്, അതായത് ശഅബാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച, യാ അയ്യുഹന്നാസ് ഖദ് അവല്ലക്കും ഷഹ്റു റമദാൻ എന്ന് തുടങ്ങുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ റമദാനെ പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്നു. അവലുഹു റഹ്മത്തുൻ വ ഔസതുഹു മഗ്ഫിറത്തുൻ വ ആഖിറുഹു ഇത്കും മിനന്നാർ. വിശ്വാസി സമൂഹമേ, ഇതിൻ്റെ ആദ്യത്തെ 10 അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 10. വ ഔസതുഹു മഗ്ഫിറത്തുൻ, ഇതിൻ്റെ മധ്യത്തിലുള്ള 10 പാപമോചനത്തിനുള്ള 10. വ ആഖിറുഹു ഇത്കും മിനന്നാർ, ഇതിൻ്റെ അവസാനത്തെ 10 നരകമോചനത്തിനുള്ള 10 എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസ് നിർത്തുന്നില്ല. അതിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയും, ഇതിൽ ആരെങ്കിലും ഒരു ഫർദായ കാര്യം ചെയ്താൽ, അല്ലെങ്കിൽ ഫർദ് നിസ്കാരം നിർവഹിച്ചാൽ മറ്റുള്ള മാസങ്ങളിൽ 70 ഫർദ് നിർവഹിച്ച കൂലിയ. അതുപോലെ ഈ മാസത്തിൽ ഒരു സുന്നത്തായ കാര്യം ഒരാൾ ചെയ്താൽ മറ്റ് മാസങ്ങളിൽ ഒരു ഫർദായ കാര്യം, ഒരു ഫർദ് നിസ്കാരം നിർവഹിച്ച അതേ പ്രതിഫലമാണ് ഇയാൾക്ക് കിട്ടുക എന്ന് ഹദീസുകൾ വ്യക്തമാക്കുന്നു. ഷഹ്റു റമദാൻ എന്നത് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. പരിശുദ്ധ റമദാൻ മാസത്തിലാണ്
വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസമാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾക്ക് മുൻഗാമികൾക്ക് നോമ്പുണ്ടായിരുന്നത് പോലെ നിങ്ങളുടെ മേലും വിശ്വാസികളെ നാം നോമ്പിനെ നിർബന്ധമാക്കുന്നു എന്ന് പറയുന്ന ആയത്തും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാം. ഈ റമദാൻ മാസമാകുമ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറെടുത്താലും നമ്മുടെ സാധാരണ രീതിയിലുള്ള ജീവിതത്തിൽ നിന്ന് ഒരു ആത്മസംസ്കരണത്തിന് വേണ്ടിയുള്ള വലിയ ഒരു പരിശ്രമമാണ് റമദാൻ മാസം എന്നതിലൂടെ നാം സാധ്യമാക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പള്ളികൾ റമദാൻ മാസത്തിന് വേണ്ടി പ്രത്യേകമായി അലങ്കരിക്കപ്പെടുന്നു. മിക്കവാറും എല്ലാ സാധാരണ രീതിയിൽ പള്ളിയിൽ നിസ്കാരത്തിന് പോകാത്ത ആളുകൾ പോലും റമദാൻ മാസത്തിൽ കൂട്ടം കൂട്ടമായി ഓരോ വക്തിനുമായി പള്ളിയിലേക്ക് ഒഴുകുന്നു. അതുപോലെ തന്നെ നോമ്പ് തുറ എല്ലാ പള്ളികളിലും, പ്രത്യേകിച്ച് റോഡ് സൈഡിലുള്ള പള്ളികളിൽ വഴിയാത്രക്കാരെ ഉദ്ദേശിച്ച് പോലും, അതായത് ആ നാട്ടുകാർക്ക് യാതൊരു പരിചയമോ ബന്ധമോ ഇല്ലാത്ത ആ റോഡിലൂടെ വഴി പോയി എന്നൊരു ബന്ധം മാത്രമുള്ള വാഹനയാത്രക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന, ഒരു നോമ്പ് തുറക്കാനുള്ള സൗകര്യം കൊടുക്കുന്ന ഒരു സംവിധാനം. ഇത് നമ്മുടെ നാട്ടിലെ മറ്റു മതക്കാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള സൗകര്യം കൊടുക്കുന്നു. പരമാവധി തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ റമദാൻ മാസത്തിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ റജബ് മുതലുള്ള മാസങ്ങളിൽ ഓരോരുത്തരും ദൃഢനിശ്ചയം ചെയ്യുന്നു, ഞാൻ ഈ റമദാനോട് കൂടി നന്നാകണം, ഞാൻ തെറ്റുന്നൊക്കെ മാറി നിൽക്കും, ഞാൻ പരമാവധി സൽക്കർമ്മങ്ങളിലേക്ക് അടുക്കും എന്നിങ്ങനെ ദൃഢനിശ്ചയം ചെയ്യും. അത് വളരെ ഉത്തമമാണ്, നല്ലതാണ്. കാരണം നമ്മൾ ഒരു നന്മ ഒരാൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു, അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ നന്മ ചെയ്തതിൻ്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു തെറ്റ് ഒരാൾ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ ആ തെറ്റ് അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതും അയാൾക്ക് നന്മയായി എഴുതി വെക്കും എന്നാണ് ഹദീസിൻ്റെ കിതാബുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റമദാൻ മാസത്തിന് വേണ്ടി തയ്യാറെടുക്കുക. മാനസികമായി നമ്മൾ ഭൂരിഭാഗവും തയ്യാറെടുക്കുന്നത് ശാരീരികമായ അല്ല, മാനസികമായി തയ്യാറെടുക്കണം. അല്ലാഹുവേ, ഈ റമദാൻ എനിക്ക് നല്ല നിലയിൽ സാക്ഷി പറയുന്ന സജ്ജനങ്ങളിൽ ഞാൻ ഉൾപ്പെടണം. ഞാൻ പരമാവധി നന്മകൾ കൊണ്ട് ഈ മാസത്തെ ധന്യമാക്കും. പരമാവധി തെറ്റിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കും എന്നിങ്ങനെയുള്ള ദൃഢപ്രതിജ്ഞ എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. എല്ലാവരും തയ്യാറെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.